എന്താ നല്ല കോലത്തിലാണല്ലോ എന്താണ് ഇതെന്താ ഒപ്പന കളിക്കാ? എന്റെ വാസൂട്ടി മരിച്ചടാ. എന്റെ വാസൂട്ടി മരിച്ചു. അപ്പൊ ഇതാരാ? ഇത് ഞാൻ തന്നെ. പക്ഷെ മരിച്ചു. പണി കാണിക്കാൻ എന്തപ്പ ഉണ്ടായത്? ഇത് നമ്മുടെ അർഷൻ ചേട്ടന്റെ മോന്റെ കല്യാണമല്ല നാളാ. അപ്പൊ അയാള് തലേദിവസം ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായി. ഞങ്ങൾ രണ്ടും കല്യാണ വീട്ടിൽ ചെന്നപ്പോ നമ്മുടെ പലിശ കൊടുക്കണ ആൽബീനെ കണ്ടവിടെ വെച്ചു. അപ്പൊ ആൽബീനോട് ഇവൻ കുറച്ച് പൈസ ആയിട്ട് കടം മേടിച്ചിട്ട് സമയത്ത് കൊടുത്തൂല്ല. അവൻ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ എടുത്തൂല്ല. അവനല്ല അവൻ നമ്മൾ വിചാരിക്കും അവനെ ശരിക്കും അവിടെ വെച്ച രണ്ടു കാലിൽ നിക്കാദ്യം ആൾക്കാരെ പിന്നെ ആ കാര്യവും പറഞ്ഞ ഒച്ചപ്പാടൊക്കെ ആയിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റി. ആൽബി കയറി ഇവന്റെ കോളറിന് പിടിച്ച്. പിന്നെ ഞാൻ അതിൽ ഇടപെട്ട് കോംപ്രമൈസ് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട്. എന്നിട്ട് ആ ഒരു വ്യസനത്തിന് അവിടെ അവരൊരു ചെറുതൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായി. ഞാൻ ആ മെമ്പർ ബേബിച്ചേട്ടനോട് ഒന്നും രണ്ടും പറഞ്ഞൊക്കെ നിക്കണതിന്റെ ഇടയിൽ മടാന്ന് അടിച്ചു എല്ലാവരും ഞാൻ ഇവിടെ വരുത്തും. പിന്നെ മന്ത്രവാദിയോ ഇവിടെ വരുത്തും. അതെ ഞങ്ങൾ ആ കല്യാണത്തിൽ പോയപ്പോ ഒരു ചെറുത് അടിച്ചാണ് വലിയ പേടിക്കണ്ട. കുട്ടികൾ ഉറങ്ങിയോ? അത് കുട്ടികൾക്ക് കൊടുക്ക്. അതെ അവിടെ ടച്ചപ്പ് വെച്ചാണ് അതൊരു തരയെ തിരികെയാണ്. എന്റെ ഭാര്യയെ കാണിച്ച പണിയുണ്ടോ? ഇതൊക്കെ ചെയ്യാൻ പോകണ്ടോ? ഒരൊറ്റ ആൾക്കാരനോട് സ്നേഹമില്ല. ഇതൊന്നും സ്നേഹമില്ലാത്ത ആൾക്കാരാണ്. എല്ലാവർക്കും എന്റെ പൈസ മതി. പൈസ മഴ വരക്കല്ലേ പൈസ ഇതൊന്നും ശരിയില്ല. അതൊന്നും ശരിയില്ല മക്കളെ കേട്ടാ. നിങ്ങളോടല്ലേ പറഞ്ഞേ കേട്ടോ. എന്താ വാ പോവാന്നല്ലണ്ട് പിന്നെ എന്താ? അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികള് ഞങ്ങള് ഇങ്ങനെ ചെറുപ്പമായ സമയത്ത് ഇവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വാ പോ. അപ്പൊ എന്റെ കൂടെ അങ്ങനെ ഇറങ്ങിയിട്ട് വന്നതാണ് ഇവള്. ആ ധാരണ എനിക്കുണ്ട്. പക്ഷെ അത് ആ ചെറുപ്പത്തിനുള്ള ഒരു ചാവല്യാണ് എന്ന് വിചാരിച്ചിട്ട് വിട്ട് കളഞ്ഞാ പോരെ.